Got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave. 6 feet deep under, but my body won't decay. Cause my messages are timeless, so they'll put them on display. Oh yeah, I rap with a certain... നല്ല വേനൽക്കാലമായതുകൊണ്ട് തന്നെ ഞാൻ ഫ്രൂട്ട് പ്ലാന്റുകളുടെയൊക്കെ ചുവട്ടിൽ പുതയിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ഇപ്പം ഈ മരത്തിൻ്റെ ചുവട്ടിലുള്ളത് കരിയിലകളും ഉള്ളിത്തോലുകളുമാണ്. ഏകദേശം 5 വർഷത്തിനടുത്ത് പ്രായമുണ്ട് കേട്ടോ നമ്മുടെ ഈ അബിമരത്തിന്. ഇത് 3 ടൈപ്പ് ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. ബോൾ ടൈപ്പ്, നിപ്പിൾ ടൈപ്പ്, ഓവൽ ടൈപ്പ്. നമ്മുടെ പഴം ബോൾ ടൈപ്പാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാനിതിന് കൊടുക്കുന്നൊരു വളമാണ് കേട്ടോ, ചാണകവെള്ളം. കാരണം ഡ്രം ഇതിൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. നമ്മുടെ ഈ അബിമരത്തിന് ഇത് ഇത്രയും വലുപ്പമാണ് കേട്ടോ ഉള്ളത്. ശരിക്കും ഈ മരത്തിന് അധികം വെയിൽ ആവശ്യമില്ലേ. പിന്നെ ഈ മരം ഇത്ര വലുപ്പമല്ലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അധികം വലുപ്പം വെക്കേണ്ടതെന്ന് വിചാരിച്ച് ഞാനിത് വളച്ച് കെട്ടാൻ നോക്കിയപ്പോൾ കൊമ്പ് പെട്ടെന്ന് പൊട്ടിപ്പോയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അറിഞ്ഞു വെക്കണം, ഇതിൻ്റെ കൊമ്പിന് വലിയ ഉറപ്പൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇത് ഏകദേശം ഒരു 5 വർഷത്തോളം പ്രായമായ മരമാണ്. എന്നാൽ പിന്നെ നമുക്കിനി ഇതിൻ്റെ അകത്തുണ്ടായ കായൊന്ന് വിളവെടുക്കാം. നട്ടൊരു വർഷത്തിനുള്ളിൽ തന്നെ നിറയെ പൂവിടും, ഒക്കെ കൊഴിഞ്ഞു പോവുകയും ചെയ്യും. ഇപ്രാവശ്യവും നിറയെ പൂവിട്ട് ഒരൊറ്റ കായാണ് പിടിച്ചു കിട്ടിയത്. ഇനി ഞാനിതൊന്ന് തണുപ്പിക്കാൻ വെക്കട്ടെ. തണുപ്പിച്ച ശേഷം നമുക്കിത് മുറിക്കാം. ഇന്ന് അബിയു കഴിക്കാൻ കൂടെ അമ്മയുണ്ട് കേട്ടോ. ബാക്കി അമ്മ മുറിച്ചു. നല്ല രസമാണ് കേട്ടോ, നല്ല മധുരം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുറേ പഴങ്ങൾ കൂടി ചേർന്നിട്ടുള്ള ഒരു ഫ്ലേവറാണ് കിട്ടുന്നത്. നല്ല മധുരം, നല്ല ടേസ്റ്റ് ഉണ്ട്. നന്നായിട്ട് പഴുത്ത മാങ്ങ കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് കിട്ടിയ ഈ പഴത്തിൻ്റെ ഉള്ളിൽ 6 വിത്തായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഇതാണ് അബിയുവിൻ്റെ ഉള്ളിലെ വിത്ത്. ഇത് നമുക്ക് പാകി കിളിർപ്പിച്ച് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കാം. പിന്നെ അടിപൊളി ഫ്രൂട്ടാണ് കേട്ടോ അബിയു. നല്ല മധുരമാണ് പഴുത്ത് കഴിഞ്ഞാൽ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ കായ ഒരു 6ഓളം പേരൊക്കെ കഴിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണേ.